സസ്പെൻസ് ത്രില്ലർ സിനിമകളുടെ അധികായൻ ആയിട്ടുള്ള ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ മിറാഷ്. നമ്മുടെ ആസിഫ് അലി, അപർണ ബാലമുരളി, പിന്നെ അന്ന റജി കോശി, പിന്നെ സമ്പത്ത്, തമിഴ്നാട് സമ്പത്ത്, പിന്നെ ഹക്കീം ഷാ, അങ്ങനെ ഒരു അത്യാവശ്യം ഫ്രണ്ടായിട്ട് അഭിനയിച്ച മറ്റേ കണ്ണി ലെൻസൊക്കെ വെച്ച് ദീപക് പറമ്പ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ അഭിനയിച്ചൊരു സിനിമയാണ് ഇത്. ആക്ച്വലി സിനിമ വരുന്നതിന് മുമ്പ് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതാണ് ഈ സിനിമ വന്നത് അല്ലേ? കുറച്ച് പെട്ടെന്നാണ് ട്രെയിലർ വരുന്നു, അടുത്ത ആഴ്ച റിലീസാവുന്നു. അതെ, വളരെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ സൈലൻ്റായിട്ട് വന്ന് പോയൊരു സിനിമയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ സിനിമ കണ്ടിട്ട് വേണം വരാൻ. കാരണം ഇല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ പറയുന്ന സ്പോയിലേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിനിമ കണ്ടിട്ട് മാത്രം. അതെ, അറിയാതെ നമ്മൾ പറയുന്നില്ല, ഇന്ന് റിലീസ് ചെയ്ത പടമായതുകൊണ്ട് നമ്മൾ അധികം പറയുന്നില്ല. പക്ഷേ പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും നമ്മൾ പറയുന്നതിനകത്തും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് നിങ്ങൾ പടം കണ്ടിട്ട് വന്ന് ഈ വീഡിയോ കാണുക, അതായിരിക്കും നല്ലത്. സോ അപ്പോൾ നമ്മൾ സിനിമ കണ്ടു. സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ സിനിമ എനിക്കൊരു ആവറേജ് ഒരു പടം, അതായത് പുള്ളിയുടെ ഇതിനു മുമ്പുള്ള സിനിമകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ തട്ടിൽ ഏറ്റവും താണിരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്. അപ്പോൾ എനിക്ക് കൂമനൊക്കെ ഇതിലും ഭയങ്കര ഫാർ ബെറ്റർ പടമായിരുന്നു. ബട്ട് ഇത് വളരെ എന്താ പറയുക, ഒരു മിഡ് ഫിലിമാണ്. ഇതിൽ ട്വിസ്റ്റുകളുണ്ട്, കുറച്ചധികം ട്വിസ്റ്റുകളുണ്ട്. അതിൽ കുറേ ട്വിസ്റ്റുകൾ നമുക്ക് ട്വിസ്റ്റുകളായിട്ട് ഫീൽ ചെയ്യാത്ത ട്വിസ്റ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നൊരു 75 to 85% ട്വിസ്റ്റുകൾ നമ്മളിങ്ങനെ നേരത്തെ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അതെ, കുറച്ച് സിനിമകൾ അതേ കണ്ടവർക്ക് അത് കുറച്ച് ഈസിലി ഗസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും. ഫണ്ടമെന്റലി പടത്തിൽ ക്യാരക്ടേഴ്സിന്റെ എണ്ണം കുറവാണ്. അപ്പൊ നമുക്കൊരു ട്വിസ്റ്റ് ഈ സിനിമയിൽ ഉണ്ടാക്കണമെങ്കിൽ കൂടി നമ്മുടെ മുമ്പിലുള്ള 5 പേരുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കാൻ പോകും ഈ ക്യാരക്ടർ ഇങ്ങനെ ടേൺ ആവും, ഈ ക്യാരക്ടർ ഇങ്ങനെ ടേൺ ആവും നമ്മൾ പറയും. ഒരു 85% കേസിലും അത് തന്നെ പടത്തിൽ സംഭവിച്ചു. ബട്ട് അതങ്ങനെ എന്താ പറയുക, അങ്ങനെ അയ്യോ അത് ഞങ്ങൾ കണ്ടുപിടിച്ചടാ എന്നുള്ള ലൈനിൽ നമ്മൾ അങ്ങനല്ല, ബട്ട് അങ്ങനെ ഫീൽ ചെയ്യും നമുക്കത് ഭയങ്കര വാവ് എന്നുള്ള സംഭവമില്ല. ആ വാവ് എന്നുള്ള ഫീൽ ഇവിടെയില്ല. ത്രൂ ഔട്ട് പടത്തിൽ നമുക്ക് ഏറ്റവും മെയിൻ ക്ലൈമാക്സിലൊരു മേജർ ട്വിസ്റ്റ് നടക്കുമ്പോൾ പോലും നമുക്കത് അത്ര ഭയങ്കര വാവായിട്ട് ഫീൽ ചെയ്യില്ല. ബിക്കോസ് ഒരുപക്ഷെ നമ്മളത് മുമ്പേ പലരും അത് പ്രെഡിക്റ്റ് ചെയ്തേക്കാം അല്ലേ? അങ്ങനത്തെ ഒരു സംഭവമാണ്. ഒരു ഓക്കെ പടമാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ത്രില്ലർ പടം കാണാനുള്ളൊരു മൂഡിൽ പോയിരുന്നാൽ നിങ്ങൾക്ക് കാണാം എന്നുള്ളൂ. പക്ഷെ അത് അത്രയും ത്രില്ലിംഗ് ആവുമെന്ന് ചോദിച്ചാൽ നമുക്കത്ര ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഒരു മിഡ് ഫിലിം പടം. ഒരു പ്രൊമോഷനിലും അങ്ങനെ ഇതൊരു ത്രില്ലറാണെന്ന് പുഷ് ചെയ്യുന്നില്ല, അങ്ങനെ ഭയങ്കര വലിയ ത്രില്ലർ. അങ്ങനെ ഒരു സിനിമ. ഇപ്പോൾ ഈ പടത്തിൻ്റെ ടൈറ്റിൽ എഴുതി മിറാഷ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഇങ്ങനെ വന്നാണ് ഫെയ്ഡ്സ് ആസ് യു ഗെറ്റ് ക്ലോസർ. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്, നമുക്ക് പടത്തിൻ്റെ ക്ലൈമാക്സിൽ, അതായത് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എന്താണോ അതിനൊരു വ്യക്തത ഇല്ലാത്ത പിക്ചറാണ് നമ്മൾ ക്ലൈമാക്സ് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ക്ലൈമാക്സിലാണ് നമ്മൾ എന്തായാലും നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഒരു റിവീൽ വരുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കും തുടക്കം തൊട്ടൊരു വളരെ ഒരുപാട് സംശയങ്ങൾ, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ തോന്നിയതൊക്കെ ഇതുകൊണ്ടാണെന്ന് ക്ലൈമാക്സ്, അതായത് ഈ 2-2.5 മണിക്കൂറിൻ്റെ ക്ലൈമാക്സ്, ഏകദേശം ഒരു 2.25 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ പിക്ചർ ഇങ്ങനെ ക്ലിയർ ആയി വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പടത്തിന് മിറാഷ് എന്ന് പേരിട്ടത്. അതെ, അത് അങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് ഇപ്പം കടുത്ത ജിത്തു ജോസഫ് ആരാധകർ, ഇപ്പം ഞാനൊരു ജിത്തു ജോസഫിൻ്റെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോയി കാണുന്ന ഒരാളാണ്. ബട്ട് കടുത്ത ആരാധകർക്ക് കുറച്ച് വിഷമമുണ്ടാക്കുന്നൊരു സംഭവമാണ്. എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നത് പുള്ളിയുടെ റൈറ്റിംഗ്, അതായത് പുള്ളി വളരെ സമയമെടുത്ത് എഴുതിയ ഒരു ത്രില്ലർ സിനിമ മറ്റൊരു ഡയറക്ടറെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിച്ചാൽ എങ്ങനെയിരിക്കും. എനിക്കെപ്പോഴും കുറച്ച് വീക്കായിട്ട് തോന്നുന്ന എലമെൻറ്റ് പുള്ളിയുടെ ഡിറക്ഷനാണ്. അതായത് പുള്ളി പേപ്പറിലുള്ളത് സ്ക്രീനിൽ എടുത്തു വെക്കും, ബട്ട് ആ പേപ്പറിലുള്ള കണ്ടൻറ്റിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയോ സ്ക്രീനിൽ വരാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും, എല്ലാ സിനിമയ്ക്കും. ഇപ്പം ഭയങ്കര ഹിറ്റായിട്ടുള്ള ദൃശ്യം സീരീസ് ഓഫ് സിനിമകളിൽ പോലും നമുക്കിങ്ങനെ സ്ക്രീനിൽ ഈ ട്വിസ്റ്റുകൾ വരുമ്പോൾ നമുക്കറിയാം ഈ ട്വിസ്റ്റുകൾ ഗംഭീര റൈറ്റിംഗ് ആണ്. ബട്ട് ഓൺ സ്ക്രീൻ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഒരു എഫിഷ്യൻറ്റ് ഡയറക്ടർ ആണെങ്കിൽ, കുറേ കൂടെ ഒരു ഫ്ലെയർ ഉള്ള ഡയറക്ടർ, അതായത് കുറേ കൂടെ ഒരു എന്താ പറയുക, കുറേ കൂടെ ഒരു ഫ്ലെയർ എന്നുള്ള വാക്കിൻ്റെ മലയാളം എനിക്ക് കിട്ടുന്നില്ല. ബട്ട് കുറേ കൂടെ ഒരു ഇതൊക്കെ പൊലിപ്പിക്കാൻ കഴിയുന്നൊരു ഡയറക്ടറാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സീനുകളൊക്കെ ഭയങ്കര സീനുകളായി മാറിയാണ്. ബട്ട് ഇത് നമുക്ക് ആ റൈറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത്ത്, അതായത് ആ
റൈറ്റിങ്ങിൻ്റെ 50% സ്ട്രെങ്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന വാവ് ഫാക്ടറിൻ്റെ അത് 100% സ്ട്രെങ്ത്തിൽ എത്തണമെങ്കിൽ ഈ റൈറ്റിംഗ് പ്ലസ് ആ ഡയറക്ടോറിയൽ പാർട്ട് കുറേ കൂടെ സ്ട്രോങ് ആയിരിക്കണം. എനിക്ക് പേഴ്സണലി പുള്ളി ഡയറക്റ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫേവറേറ്റ് മെമ്മറീസാണ്. അതായത് ബാക്കിയുള്ള സിനിമകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൂടെ എനിക്കും തോന്നുന്നു എനിക്കും ദൃശ്യത്തിനൊക്കെ കുറേ കൂടെ മെമ്മറീസ് ആണ് എനിക്ക് പേഴ്സണലി പുള്ളി ആസ് എ ഡയറക്ടർ എനിക്ക് ഭയങ്കര വേ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിരിക്കും. അത് ആക്ച്വലി ഈ അന്വേഷണ കഥയാണെങ്കിലും ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷന് പുറത്താതെ കാരണം അത് വേറെ ലൈനിൽ കൂടെ അതിൻ്റെ അന്വേഷണം പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിനകത്ത് കുറേ കൂടെ ഒരു ഇമ്പാക്റ്റ് ഉള്ളത്. ബാക്കി ദൃശ്യം അതുപോലെ തന്നെയുണ്ട്, ഒരു കുടുംബചിത്രം ലൈനിലായതുകൊണ്ടാണ് പ്രേക്ഷകരിൽ ഇത്ര എത്തി. ഇത് കുറേ കൂടെ പ്യുവർലി അന്വേഷണം ലൈനിലാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇപ്പം മിറാഷിൻ്റെ മെയിൻ കോർ പ്ലോട്ട് തന്നെ നമുക്കത്ര ഭയങ്കര രസകരമായിട്ട് തോന്നുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ എന്തോ ഇവരിപ്പം ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഇതുവരെ അങ്ങനെ അധികം ആൾക്കാർ പറയാത്ത പോലത്തെ ഒരു വെറൈറ്റി സാധനം പറയാം എന്നുള്ളൊരു ചിന്തയായിരിക്കണം മേ ബി അങ്ങനത്തെ ഒരു പ്ലോട്ടിൽ. പക്ഷേ ആ പ്ലോട്ടിൽ ഇവിടെ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒന്നുമില്ല. അതെ, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഭയങ്കര, അതായത് നമുക്ക് ഒരു ക്യാരക്ടറിന്റെയും കൂടെ നിൽക്കാം. ദൃശ്യത്തിനകത്ത് ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നു, ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള സംഭവം. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ആസിഫ് അലി നായകനാണെങ്കിലും ബട്ട് സ്റ്റോറിയെ ഡ്രൈവ് ചെയ്യുന്നത് അപർണ ബാലമുരളി ക്യാരക്ടർ. ആക്ച്വലി അപർണ ബാലമുരളിയാണ് ലീഡ് റോള്. അതെ, അത് ആ കഥയിലേക്ക് എനിക്ക് അതൊരു പോസിറ്റീവായിട്ട് തോന്നി. പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ പടം തീർന്നു കഴിയുമ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വെൽ റിട്ടൺ ക്യാരക്ടറാണ്. ബട്ട് അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ എലമെൻറ്റിൻ്റെ റിവീൽ പടത്തി വരുന്നത് കുറച്ചിങ്ങനെ മിക്സ് മാച്ച് ആയതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിനു മുമ്പേ നമ്മുടെ ഇൻട്രസ്റ്റ് ലൂസ് ആവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്ന് കാണിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ട്. അതെ, ഓൺ പേപ്പർ ക്യാരക്ടർ, അതായത് ഈ കഥ മുഴുവൻ അറിയുന്ന ഒരാൾക്ക് ഓൺ പേപ്പർ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് സ്ട്രോങ് ക്യാരക്ടറാണല്ലോ തോന്നും. ബട്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ആ ഒരു മിസ് മാച്ച് നമ്മൾ ഈ 2.5 മണിക്കൂർ കണ്ടു കഴിഞ്ഞ് അവസാനം മനസ്സിലാക്കാമല്ലോ എന്നുള്ള ലൈൻ ഉപരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് ഇൻട്രസ്റ്റിംഗ് ആക്കി നിർത്തിയാലും മതി. അതെ, അപ്പോൾ നമുക്ക് അവരുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാമല്ലോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് അത് കൊള്ളാലോ എന്ന് തോന്നുന്ന എനിക്കൊന്ന് പുള്ളിയെ ഇൻട്രസ്റ്റ് ചെയ്തത് ഈ ഓവറോൾ ഈ മിറാഷ് എന്ന കോൺസെപ്റ്റ് ഇതുമായിട്ടുള്ള കണക്ഷനാണെന്ന് തോന്നുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ച എനിക്ക് തോന്നുന്നു ഇത്രയധികം ഈ ഉദ്ദേശിക്കുന്ന ഈ സോക്കോൾഡ് ട്വിസ്റ്റുകൾ അധികം ഇല്ലാത്ത പുള്ളിയുടെ പടങ്ങളില്ലല്ലോ. ഇത്രയും ട്വിസ്റ്റുകളില്ല. ഇതിനു മുമ്പുള്ള ചിത്ര ജോസഫ് പടങ്ങളിൽ ഇത്രയും ട്വിസ്റ്റുകളില്ല. അതായത് ഇതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിവീലാണ് ഇതിനകത്ത്. ട്വിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഒന്നിൽ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ഇങ്ങനെ പല രീതി. പക്ഷേ ഈ ഇൻഫർമേഷനെല്ലാം നമുക്ക് ഓൾറെഡി കുറച്ച് മുമ്പേ നമ്മൾ തന്നെ ഊഹിച്ചെടുക്കുന്ന പോലത്തെ സാധനങ്ങളാണ്. ഊഹിച്ചെടുക്കും. ഇത് പിന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 കഥാപാത്രങ്ങളാണ് മേജർലി ഈ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങളിൽ പരസ്പരം ആണ് ഈ ട്വിസ്റ്റ് നടക്കുന്നത്. പരസ്പരം ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യുന്നു, പരസ്പരം റിവീൽ ചെയ്യുന്നു. അത് റിപ്പീറ്റ് ആവും ഇടയ്ക്ക്. അതെ, ഇൻഫോ റിവീൽ സീനുകൾ കുറച്ചധികം ഉണ്ട്. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ മിറാഷിൻ്റെ ഏതോ ഇതിനകത്ത് നമ്മളിങ്ങനെ സ്റ്റേജിങ്ങിനെ കുറിച്ചും ഈ ഇൻഫർമേഷൻ റിവീലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിറായ് അപ്പം മിറാഷ് 2 പടം. അപ്പം അതുപോലെ തന്നെയാണ് ഇതിനകത്ത്. ഇപ്പോൾ ഈ ഓരോ സീൻ ഇങ്ങനെ എഴുതിയിട്ട് അതിനകത്ത് ഒരുപാട് പടം ത്രൂ ഔട്ട് ഇൻഫോ റിവീൽ സീനുകളും ഡയലോഗ് സീനുകളാണ് പടം ത്രൂ ഔട്ട്. അപ്പം അത് ഇപ്പം പണ്ട് 12 ആംഗ്രി മെൻ എന്നൊരു സിനിമയ്ക്ക് ഉണ്ട്. അതായത് ഒരു വലിയ റൂമിനകത്ത് 12 പേരിരുന്ന് ഒരു കേസ് തെളിയിക്കുകയാണ്. അത് ഫുൾ സിനിമ ഡയലോഗ് സീനാണ്. ഇന്നത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അത് കോൺവെർസേഷനിലാണ് പടം മൊത്തം. അത് ഇതേപോലെ ഒരു അന്വേഷണം. അതായത് ഇതിനകത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പുള്ളി ഇതേപോലെ കോൺവെർസേഷൻ സീനുകളാണ്, ഇടയ്ക്കിടയ്ക്ക് 1-2 ആക്ഷൻ സീനുകളുണ്ട്, സെറ്റ് പീസുകളുണ്ട്. ബട്ട് ത്രൂ ഔട്ട് പടം ഇങ്ങനെ ക്യാരക്ടേഴ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് അവൻ അങ്ങനെ ചെയ്തില്ല, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു ക്യാരക്ടർ അങ്ങനെ സംഭവിച്ചിരിക്കാൻ വഴിയില്ല, കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഈ സംഭവം തന്നെയാണ് ത്രൂ ഔട്ട്. ബട്ട് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 3 പേരും ഇരിക്കുമായിരിക്കും. നോക്കിയാൽ മതി എല്ലാ സീനുകളും ഏകദേശം 3 പേര് ഇരിക്കുകയായിരിക്കും. ഒരു അനക്കം ഉണ്ടാവും. നേരെ വന്ന് നിന്നാൽ തന്നെ പറയും. ബട്ട് അപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഈ പടം ത്രൂ ഔട്ട് ഒരു എനർജി ഫീൽ ചെയ്യത്തില്ല. നമുക്കൊരു എനർജി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം 3 പേര് ഇരിക്കുകയാണ്, നമുക്ക് ആ പെൺഡ്രൈവ് കണ്ടുപിടിക്കേണ്ടതെന്ന് 3 പേര് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിന് പകരം ഇപ്പം അവർ നിൽക്കുന്ന ഒരു ഓഫീസ് സ്പേസിലാണ്. ഈ ഓഫീസിൽ ആ പെൺഡ്രൈവ് ലാസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞാൽ ഇവർ 3 കൂടെ തപ്പുവാണ്, എന്തെങ്കിലും ഒരു സംഭവം തപ്പുവാണ്. ഒരു 10 മിനിറ്റിൽ വേറൊരാൾ വരും. അതിന് അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ സീനൊരു എനർജി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, വളരെ മിനിമൽ സാധനങ്ങൾ സീനൊരു എനർജി ഫീൽ ചെയ്തില്ല. സീൻ ടു സീൻ ഇങ്ങനെ എനർജി ഇല്ലാതെ പോകുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൊക്കെ ഒരു ട്വിസ്റ്റും പരിപാടികളൊക്കെ വന്നാലും നമുക്ക് കുറച്ച് ഡൗൺ ആയിട്ടിരുന്ന ഇത് കാണാൻ പറ്റും. ഒരു ആവറേജ് ഫീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആവറേജ് ഫീൽ തോന്നും. അത് ഈ ഒരു സംഭവം കൊണ്ട് സീൻ എനർജി ഭയങ്കര ലോ ആണ്. അത് ഷൂട്ട് ചെയ്തതും കുറച്ച് കാഷ്വലായിട്ട്, ഈ ക്യാരക്ടേഴ്സും വളരെ കാഷ്വലായിട്ടാണ് ഇൻഫർമേഷൻ
ഇപ്പം ഞാൻ അയാളെ കൊന്നു എന്ന് പറഞ്ഞാലും ഓ നീയാണ് അയാളെ കൊന്ന മേലെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. അതെ വീണ്ടും പറയും. അതെ ഇനി ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറയണം. എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നി, അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര കാഷ്വലാണ് ഈ ഇൻഫർമേഷൻ റിവീലൊക്കെ. അപ്പം നമുക്ക് ആ സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി നമുക്കും അത്ര ആ ഒരു കാഷ്വാലിറ്റിയിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ത്രൂ ഔട്ട് പടത്തിൽ തോന്നി. ഇങ്ങനെ ഒരു വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ കണ്ട് കുറച്ച് ട്വിസ്റ്റൊക്കെ കിട്ടി കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. അങ്ങനെ ഭയങ്കര ബ്ലേറ്റൻ്റ്ലി അങ്ങനെ മോശം എന്ന് പറയാനൊന്നുമില്ല. ചിലർക്ക് കുറച്ച് ആവറേജ് ആയിട്ട്. അതെ, എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ഇതിന്റെ എൻഡിങ് എത്തുമ്പോഴത്തേക്കും ഒരു കുറെ അധികം ആൾക്കാർക്ക് ഇച്ചിരി വൃത്തിക്ക് കൂട്ടിക്കെട്ടിയ ഒരു ഫീൽ വരും. അതെ, ആ എൻഡിങ് വരുമ്പോൾ ഓ ഇതായിരുന്നല്ലേ മൊത്തം പടത്തിന്റെ കഥ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഈ ട്വിസ്റ്റ് നമ്മൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല കേട്ടോ, ഇത് കൊള്ളാം എന്ന് തോന്നുന്ന ഒരു ഫീലിലേക്ക് ചിലപ്പം അറ്റ് ദി എൻഡിലേക്ക് ആൾക്കാർക്ക് എത്താം. അതുകൊണ്ട് തന്നെ ഒരു എനിക്ക് തോന്നുന്നു ജനറൽ ഓഡിയൻസിന് ഒരുപക്ഷെ അത് കുറച്ചുകൂടെ വർക്ക് ആവാനുള്ള ചാൻസ്. പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയത് എങ്ങനെയാണെങ്കിലും എൻഡ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു രസം തോന്നുവാണെങ്കിൽ അതുവരെയുള്ള ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. അപ്പോൾ രസം തോന്നുന്ന സെൻസ് ഇപ്പം നമുക്ക് പേഴ്സണലി അത് ഭയങ്കര വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സാധനമല്ല. പക്ഷേ നമ്മൾ തിയേറ്ററിൽ ഇത് നമ്മൾ കാണുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ റെസ്പോൺസും പരിപാടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി അത് കുറച്ച് ആൾക്കാർക്ക് വർക്കാവാനുള്ള ചാൻസ് ഉള്ളതാണ്. ഈ സിനിമ കണ്ടു തിരുമ്പോൾ അവിടെ കുഴപ്പമില്ലടാ, കുറച്ച് ടിസ്റ്റും പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വട്ടം കാണാവുന്നൊരു സിനിമ എന്നുള്ള ലൈനിൽ ആൾക്കാർ അതിനെ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് റൈറ്റിംഗ് എലമെൻറ്റ്സ് നമ്മൾ അത് കുറച്ച് അതായത് ഒരു ക്യാരക്ടറിനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കോ. അപ്പം നമ്മൾ ഒരു ക്യാരക്ടർ മറ്റേ ക്യാരക്ടർ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ചുമ്മാ തമാശക്ക് വേണം, ആ പുറകെ ഇരിക്കുന്ന പർദ്ദയിട്ട ആളാണ് മറ്റേ ആളെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അടുത്ത സീനിൽ ആ പർദ്ദയിട്ട ആൾ തന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതായിരുന്നു ആ ക്യാരക്ടറിൻ്റെ റിവീൽ. അപ്പം നമ്മൾ വിചാരിക്കും ഷേടാ ഇത് നമുക്ക് ഭയങ്കര ഈസിലി നമുക്ക് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിനിമ അത്രയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ സീൻ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു സെറ്റില്ല. അപ്പോൾ നമ്മൾ ആ സെറ്റിൻ്റെ ഒരു എസ്റ്റാബ്ലിഷിങ് ഷോട്ട് വരുമ്പോൾ തന്നെ ഇവനിങ്ങനെ ചോദിച്ചു, ചേട്ടാ അത് സെറ്റാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആടാ അത് സെറ്റാണ്. കാരണം ആ ഒരു എസ്റ്റാബ്ലിഷിങ് ഷോട്ടിൽ ആ ലൊക്കേഷൻ കാണിക്കുമ്പം മറ്റ് ബിൽഡിങ്ങുകളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്ത വേറിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ്. ഇപ്പോൾ പെയിന്റ് അടിച്ച് സെറ്റ് ഇട്ട് മറ്റേ ആ ഒരു സൈഡൊന്നും ക്ലിയർ ചെയ്യാത്തൊരു. അപ്പം ഇതിപ്പം ഓഡിയൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പം നമ്മൾ ഒരു ലെയറിൽ കൂടെ ശ്രദ്ധിക്കുക, അതായത് സിനിമ കാണുന്നു പ്ലസ് ഈ ഫിൽം മേക്കിംഗ് കൂടെ കാണുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സെറ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ സെറ്റ് നമ്മൾ കാണുമ്പോഴേ ഇപ്പം ഞാനിങ്ങനെ ചോദിച്ച പുള്ളി പറഞ്ഞ് അത് പൊട്ടിക്കാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അകത്ത് സീൻ തുടങ്ങി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു ഗൺ ഷൂട്ടഡ് ആണ് നമ്മളിങ്ങനെ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് ബേസിക്കലി ഊഹിക്കാമല്ലോ ഇപ്പോൾ ഒരു സെറ്റ് ഈ ഒരു സീൻ ചെയ്യാൻ വേണ്ടി സെറ്റ് ഇടേണ്ട കാര്യം തോന്നും. പക്ഷെ അത് മേജർ സീനാണ്. അത് പടത്തിനെ സംബന്ധിച്ച് മേജർ സീൻ ആകുമ്പോഴത്തേക്കും സംഭവിക്കും. നമ്മൾ ഈ പറയുന്ന ക്ലൈമാക്സ് പ്രീ ക്ലൈമാക്സ് സീക്വൻസ് ആണ്. അതെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കാൻ വേണ്ടിയാണ്, അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റാക്കിയത് എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അത് ഒന്നെങ്കിൽ ബ്ലാസ്റ്റോ അല്ലെങ്കിൽ ഒരു ഷൂട്ട് ഔട്ടോ ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് സിനിമകൾ കണ്ടുള്ളതുകൊണ്ടും നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടും നമുക്കിത് കുറച്ചുകൂടെ അറിയാലോ. ഇത് അതെ, ആ ഒരു എലമെന്റ് കട്ട് ചെയ്ത ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവിടെ ഒരു ഗൺ ഷൂട്ട് കാരണം ജിത്തു ജോസ് സിനിമകളിൽ വളരെ കുറച്ചേ ഉള്ളൂ ഇങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ വരുന്നത്. ഇതിൽ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഈ ഗൺ ഷൂട്ട് ഔട്ടും പരിപാടിയൊക്കെ അല്ലേ ഒരു പുള്ളി ഇതുവരെ ചെയ്ത എനിക്കൊന്ന് റാം എന്ന് പറഞ്ഞ സിനിമയിൽ മേ ബി അത് ആവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. റാം ആക്ച്വലി ഒരു എസ്പിനോച്ച് ത്രില്ലർ ലൈനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആ പടം ഏതായാലും വരാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ഇന്നത്തെ പടങ്ങളിൽ ഇത്രയും ലൈൻ ഓഫ് ഈ ഗൺ ഷൂട്ട് ഔട്ട് പരിപാടികളൊന്നും ഇല്ല. അതെ അതെ, ഈ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു മറ്റേ ആ ഗൺ ഷൂട്ട് ഔട്ട് സീനൊക്കെ തന്നെ കുറച്ച് കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു സെൻസ് ഓഫ് ജിയോഗ്രഫി അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു എനിക്ക്. ആരെ വെടിവെക്കുന്നു, എവിടെ ഇരിക്കുന്നു എന്നുള്ള സംഭവം ഒന്നും ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഷോട്ട് വരുന്ന ഈ ജനൽ പൊട്ടുന്നതിൻ്റെ ഷോട്ടൊക്കെ കട്ട്സിന് ഇടാൻ വേണ്ടി എടുക്കുന്ന ബട്ട് എന്തോ രണ്ട് ടീമുണ്ട്. ഈ രണ്ട് ടീമുണ്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. അതെ അതെ, ആ വെടി പൊട്ടുമ്പോഴത്തേക്കും നമ്മൾ ഇതെന്താ ഇവരൊക്കെ അതെ വെടി പൊട്ടുന്നു എന്ന് മനസ്സിലാവും. ബട്ട് ആരാരെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതെന്താ ഇവരിങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇന്ന ക്യാരക്ടറെ വിളിക്കാത്തത് എന്നൊക്കെ നമുക്ക് തോന്നും. ബട്ട് അതൊക്കെ ഇങ്ങനെ തോന്നുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് തോന്നും. ബട്ട് ക്ലൈമാക്സിൽ ഇതൊക്കെ ഏകദേശം കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇയാൾ ഇത്രയും ലേറ്റായിട്ട് വിളിച്ചതിന് ഇന്ന റീസൺ ആണുള്ളതെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു ക്യാരക്ടറിൻ്റെ ഹെഡ് ഷോട്ടിൻ്റെ ആ ഷോട്ട് രസമുണ്ടായിരുന്നു. ഒരു അൺഎക്സ്പെക്ടഡ് ടൈം എന്തെങ്കിലും സംഭവിക്കും നമുക്കറിയാം. ബട്ട് ആ ഹെഡ് ഷോട്ട് നമ്മൾ വിചാരിക്കും ഇന്ന ആൾ വരുമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ വന്ന വേറെ ആൾ. ബട്ട് അതിൻ്റെ ഇമ്പാക്ട് രസമുണ്ടായിരുന്നു. ആ ഹെഡ് ഷോട്ടിന് അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന വിഷ്ണു ശ്യാം എന്ന് പറഞ്ഞ പുതിയ ആളാണ് അല്ലേ. പുള്ളി ഇതിനു മുമ്പ് വരെ വർക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. പക്ഷേ
അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്കോറിംഗ് ഒക്കെ കുറച്ച് വേറൊരു ടൈപ്പ് ഓഫ് പരിപാടി, മറ്റേ എന്താ പറയുന്നത്, നമ്മൾ മറ്റേ ഓർക്കസ്ട്ര അല്ലേ, ആ ഓർക്കസ്ട്ര പരിപാടി കുറച്ചുണ്ടായിരുന്നു. പല സീനുകൾക്ക് ഒരു എപ്പിക് ഫീൽ അത് തന്നെ. എനിക്ക് തോന്നിയത് വിഷ്വൽസ് അത്ര എപ്പിക് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് മാറി നിൽക്കും ഇടയ്ക്ക്. മറ്റേ എസ്പെഷ്യലി മറ്റേ ക്ലൈമാക്സ് എനിക്ക് ആക്ച്വലി അത് അത്യാവശ്യം വർക്കാണ്. ആ ക്ലൈമാക്സിലുള്ള ആ റിവീൽ കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റിൽ, അതായത് പ്രധാന 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റും അതിൻ്റെ എൻഡിങ്ങും കുറച്ച് ഇമ്പാക്ട്ഫുൾ ആണെന്ന് തോന്നി. ആ എൻഡിങ് വെച്ച് ചിലപ്പം ഈ പടം വർക്കാവും ഒരുപാട് പേർക്ക്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ആ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എല്ലാവർക്കും എടാ ഇത് ഒരു ഭേദപ്പെട്ട പടമാണല്ലോ എന്ന് പറയുന്ന ഒരു ലൈനായിരിക്കും. പടത്തിൻ്റെ ഏറ്റവും നല്ല പോയിന്റ്സിൽ ഒന്നാണ് ഈ എനിക്ക് ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഫൈനൽ റൈറ്റിങ്ങും ഈ പറയുന്ന പോലെ ആ ഫൈനൽസ് ബാറ്റിൽ, അതായത് ഫൈനൽ പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ളൊരു ഫൈറ്റ് സീനുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആക്ടിങ്ങും ഡയറക്ടിങ്ങും എല്ലാം. അതുവരെയുള്ള ഫൈറ്റ് സീക്വൻസ് അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. ഇത് 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ, ഇവരുടെ 2 പേരുടെയും കഥ ഫുള്ള് നമുക്കറിയാം. അപ്പോൾ ആ ഫൈറ്റിന് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റിൽ എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കഥ പറയുക, അതായത് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും കഥ പറയുന്നു. അപ്പോൾ നമുക്ക് എവിടെ ഒരു സസ്പെൻസ് എലമെൻറ്റ് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ ആരാണെന്നുള്ള ചോദ്യം നമുക്കില്ല. കാരണം കമ്പനിയുടെ ഉടമസ്ഥൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കംപ്ലീറ്റ് കഥ പറയുന്നുണ്ട്, വില്ലൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കഥ പറയുന്നുണ്ട്, ഇവരുടെ ഈ അന്വേഷിക്കുന്ന ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ. ഈ ട്വിസ്റ്റ് വരുന്നത് ഈ 3 ക്യാരക്ടേഴ്സ് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിവീൽ അറിയാത്തത് റിവീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ. അപ്പോൾ അങ്ങനെ മേജർ 3 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് പോകുന്നവർ അവർ പലരുടെ ഐഡന്റിറ്റി എന്താണ്, അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിവീൽ ആവുന്നത് സാധനങ്ങൾ മാത്രമാണ് ഈ സോ കോൾഡ് നമ്മൾ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. വില്ലൻ ഫുൾ ടൈം മറ്റേ പൊറുക്കി അത് മറ്റേ ക്യാരക്ടറിനെ വിളിക്കുന്നല്ലേ ഓപ്പോസിറ്റ്. അവരുടെയൊക്കെ സ്റ്റോറി ലൈൻ കുറച്ച് അൺഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അവരിലേക്ക് കട്ട് ചെയ്യുമ്പം ഓക്കെ, നമ്മളിത് ഒരുപാട് പടത്തിൽ കണ്ടാണ്. അവരുടെ ആക്ടിങ് ഈ പറഞ്ഞ കുറച്ച് വീക്കാണ്. അപ്പം നമുക്കിങ്ങനെ കണ്ട് മാറാം. ഫ്ലോ ഇല്ല, ഇങ്ങനെ ഭയങ്കര അടുത്ത ഷോട്ടിൽ ഭയങ്കര അതെ പ്രത്യേകിച്ച് ആ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞ കാരണം നമുക്ക് ഇവരെയും ഭയക്കാനും മാത്രം വലിയ വില്ലനാന്നുള്ള ഒരു റിവീലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പടത്തിൽ കൊള്ളാവുന്നൊരു സീനെന്ന് എനിക്ക് തോന്നിയത് മറ്റേ ഒരു ഹൗസ് ഫയർ സീനില്ലേ, അത് അത്യാവശ്യം രസമുണ്ടെന്ന് തോന്നി. മറ്റേ അവിടെ ഒരു മേജർ റിവീലാണല്ലോ. അപ്പോൾ അത് നമ്മൾ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു എത്രത്തോളം VFX ഫയറാണ്. പക്ഷെ അത് കുഴപ്പമില്ലാത്തൊരു സീനാണ്. എനിക്ക് തോന്നുന്നു 2 കൂടെ മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. അതെ, അവിടെയൊക്കെയാണ് പടത്തിന് കുറച്ചൊരു എനർജി വരുന്നത്. അതായത് ഒരു സംഭവം നടക്കുന്നത് അപ്പോഴൊക്കെയാണ്. അപ്പം അത് രസമുള്ളൊരു സീനായിരുന്നു. പിന്നെ പുള്ളി മിക്കവാറും ചെയ്യുന്ന പോലത്തെ കുറച്ചധികം VFX ഷോട്ട്സ്. അതെ, മാഗഫിൻ ആണ് പുള്ളിയുടെ പുള്ളിയുടെ അല്ല ആ കമ്പനി മറ്റേ നേരത്തെ പറഞ്ഞ മറ്റേ പടത്തിലുള്ള പോലത്തെ ഒരു സീക്വൻസ് ഉണ്ട്. അതെ, മെമ്മറീസിലൊക്കെ ഉള്ള ഒരു കണ്ടിന്യൂസ് ഷോട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ പൃഥ്വിരാജ് ഇങ്ങനെ ഡോർ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സ്റ്റിൽ ഔട്ട് ദെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതേപോലെ ഇവിടെ സിമിലർ സാധനം ഇങ്ങനെ ഇതിനകത്ത് അങ്ങനെ ഒരു ലീഡോ ആ ഷോട്ട് കാണുമ്പോൾ ഒരു ഹൈ കിട്ടത്തില്ല. അങ്ങനെയല്ല, പക്ഷേ ഈ ഷോട്ട് കാണുമ്പോൾ നമുക്ക് അതായത് രസമുണ്ടല്ലോ എന്ന് തോന്നി. ഒരു രസമുള്ള സീനാണ്. VFX ആണെന്ന് ഫീൽ ചെയ്യും, ബട്ട് അതിനകത്ത് ഒരു രസമുള്ള സംഭവമാണ്. അതങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ പോയി ഹെലിക്യാം ഷോട്ടിലേക്ക് സ്റ്റിച്ച് ആവുന്നുണ്ടോ. അതെ, കുറച്ചധികം VFX. വേറൊരു സംഭവം ഉണ്ട്, ഒരു കാറിൽ നിന്ന് ഒരു കോള് ചെയ്ത് കഴിഞ്ഞിട്ട് കാറിൽ നിന്ന് ക്യാമറ പുറത്തിറങ്ങി മറ്റേ ബൈക്കുകാരൻ്റെ. അതെ, അത് നമുക്ക് നല്ല രസമുണ്ട്. അത് വൃത്തിക്ക് ചെയ്തൊരു ഷോട്ട്. ഞാനും അത് അങ്ങനെ ആലോചിച്ചു, അത് എങ്ങനെ അത് കണ്ടിന്യൂസ് ഷോട്ടായിട്ട് എങ്ങനെ എടുക്കും. അത് അത് ക്ലീൻ ആണ്. മറ്റേ ബാക്ക്ഗ്രൗണ്ട് പ്ലേറ്റ് ആണെങ്കിൽ തന്നെ അത് നല്ല കമ്പോസിറ്റിംഗ് ആണ്. ഓക്കെ, അത് ഓൾറെഡി അത് ഇത്ര ഒരു ടൈമിംഗ് വെച്ച് പ്ലേറ്റ് എടുത്തിട്ട് ഈ ജീപ്പ് ഫുള്ളി വേറെ ജീപ്പ് ഫുള്ള് വേറെ പ്ലേറ്റ് ആണ്. മറ്റേത് ആണ് അവരെടുത്ത ഷോട്ട്. പക്ഷെ അതിനൊരു ടൈമിംഗ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടി അത് എനിക്ക് ഈ ജിത്തു ജോസഫിന്റെ മിക്ക പടത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഈ അവിടെ ഇവിടെയായിട്ട് ഇതുപോലെ കുറച്ച് ടെക്നിക്കലി കുറച്ച് പരിപാടികൾ ചെയ്യാനുള്ള സമയത്ത് അവിടെയാണ് ഒരു ഡയറക്ടോറിയൽ ഫ്ലെയർ. ഇതൊക്കെ ജിത്തു ജോസഫിന്റെ, പക്ഷെ അത് ത്രൂ ഔട്ട് പടത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് എപ്പോഴും ഇത് മിസ്സിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സീനുകളാണ് എപ്പോഴും. ഇത് ഡയലോഗ് സീനാണ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആയിരിക്കും എപ്പോഴും. അതെ, ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിയട്ടെ എന്നുള്ളൊരു ഫീലിലാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. അപ്പോൾ ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെ കുറച്ചധികം കാഷ്വലായിട്ട് അഭിനയിച്ച് വിട്ട കുറച്ചധികം സീനുകളുണ്ട്. മറ്റേ ഈ പ്രത്യേകിച്ച് ഈ മറ്റേ ഹക്കീം ഷായുടെയും പിന്നെ വേറൊരു ക്യാരക്ടറും തമ്മിലുള്ള സീക്വൻസ് എല്ലാം നമുക്ക് ഇതെന്താണ്. അതെ, ഇവർ കോഫി കുടിക്കുന്നു, അവിടെ നിന്ന് സംസാരിക്കുന്നു, അതെ, അവരുടെ വിളിക്കട്ടെ അവർ വിളിക്കട്ടെ ഇവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കൈൻഡ് ഓഫ് ഇങ്ങനെ നമുക്ക് അവിടേക്ക് എത്തുമ്പോൾ സിനിമ കുറച്ച് സ്പീഡായി തുടങ്ങേണ്ട സമയമാണ്. അവരുടെ ലൈഫിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര
ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ്. ബട്ട് അവർക്കത് ഫീൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അവർ ഭയങ്കര കൂളായിട്ട് അവർ ഓൾറെഡി ഇവർ പാത്തിരിക്കുകയാണല്ലോ ഓരോ കാപ്പിയോടെ കുടിക്കാന്നുള്ളത്. അതെ അതെ, അവിടെ നിന്ന് നമുക്ക് പയ്യെ കഥയൊക്കെ പറഞ്ഞ് പയ്യെ പോകാന്നേ. അവരുടെ ആ സീനെല്ലാം ഇല്ല, അവരിങ്ങനെ ഇരിക്കുകയായിരിക്കും, ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫാക്ട് ഈ എസ്ഐയുടെ സീക്വൻസ് പോലും എനിക്ക് തോന്നി ഫൈനൽ റിവീൽ ഉണ്ടല്ലോ, ഫൈനലി കഥയുടെ പ്രധാന ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്ന സീൻ എനിക്ക് ഫീൽ ചെയ്തത് അതൊരിക്കലും ഒരു ഒഫീഷ്യൽ സെറ്റിംഗ് വെക്കാതിരുന്നിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. കാരണം ആ സീൻ്റെ എൻഡിങ്ങിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു എൻഡിങ് ആണ്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഒരു സെറ്റിങ്ങിൽ വെക്കാതിരുന്നെങ്കിൽ, ദൃശ്യത്തിലൊക്കെ പുള്ളി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഇവർ ഫൈനലി ലാലേട്ടനോ ഇവർ ആ സീക്വൻസ് അവിടെ വെക്കുമ്പോഴത്തേക്കും ഇത് ആരും ഒരു പ്ലെയിൻ. അപ്പം അങ്ങനല്ല ഇത്, ഇതിനകത്തെല്ലാം കുറച്ച് ഒഫീഷ്യലി ഹാൻഡിൽ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു സമ്പത്തിനെ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പുള്ളിയെ ഫുൾ ടൈം കസേരയിൽ ഇരിക്കുകയാണ്. കസേരയിൽ അത് പുള്ളിയുടെ സീക്വൻസ്, പുള്ളിയുടെ മെജോറിറ്റി സീനിലും പുള്ളി ആ കമ്മീഷൻ ഓഫീസിലാണ്. ഇപ്പം 1-2 സ്ഥലത്ത് മാത്രം മറ്റേ ഔട്ട്ഡോറിൽ വരികയും അങ്ങനെ കാര്യങ്ങളെ. അതെ, മാത്രമല്ല ഇപ്പോൾ സമ്പത്ത് ലാസ്റ്റ് വിളിക്കുമ്പോൾ പോലും പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് പുള്ളിക്കാരത്തിൻ്റെ ലൈഫ് ഇൻ ഡേഞ്ചർ സിറ്റുവേഷൻ പുള്ളിക്കാരത്തിൽ അറിയിക്കുമ്പോഴും പുള്ളി ഒരു കസേര ഇരുന്നിട്ട് ഒന്നും പേടിക്കാതെ. ഞാൻ ആ സീൻ ഒരുപക്ഷെ പുള്ളി വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണത് ചെയ്തിരുന്നെങ്കിൽ പിന്നെയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒരു പ്രൊഡക്ഷൻ ഡിസിഷൻ ആണല്ലോ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് സമ്പത്തിന് ഇത്ര ഡേറ്റ് ഉണ്ട്, അപ്പോൾ അതിനുള്ളിൽ പുള്ളിയെ ഷൂട്ട് ചെയ്ത് വിടണം എന്നുള്ള ലൈൻ ഓഫ് ക്ലൈമാക്സിൽ പോലും പോലീസുകാർ വരുന്ന ഷോട്ടില്ല. ചിലപ്പോൾ ഒന്നെങ്കിൽ ക്രിയേറ്റീവ് ഡിസിഷൻ ആയിരിക്കും. മറ്റേ സ്റ്റിക്ക് ലൈറ്റില്, അതെ സ്റ്റിക്ക് ലൈറ്റിൽ ജനലില് മറ്റേ റെഡും ബ്ലൂ എന്നുള്ള ഇത് കാണിക്കും. അതിപ്പോൾ ഒരുപാട് പടത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് പടത്തിൽ ഈ സിമിലർ ഷോട്ടുകളുണ്ട്. അതായത് റിഫ്ലക്ഷൻ അടിക്കുക ഇതിന്റെ ഡയറക്ട്ലി ഇവരുടെ ഫേസിലേക്ക് ആയിരിക്കും പോണത്. അതായത് വണ്ടി വന്ന് ഫ്രണ്ട് നിന്നു എന്നുള്ള. ബട്ട് അതിന്റെ രണ്ടിന്റെ ലൈറ്റിംഗ് ക്വാളിറ്റിയും ലൈറ്റിംഗ് ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. നമ്മളത് ഓഡിയൻസ് ലൈനിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് തന്നെ. ബട്ട് ഒരു പ്രൊഡക്ഷൻ എന്ന നിലയിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ആ സീനൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സംഭവം ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് കുഴപ്പമില്ല, ഇങ്ങനെ കൊല്ലും, ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ എത്തുന്നതായിരിക്കും. എല്ലാം കഴിയുമ്പോൾ പോലീസ് എത്തും. അതാണ് നമ്മുടെ സിനിമയുടെ ശീലം. അത് അങ്ങനെ അത് നിങ്ങൾ തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള. അത് മാറ്റി നിർത്തിയാൽ ആ സീൻ രസമുണ്ടായിരുന്നു. അതായത് ആ ക്യാരക്ടർ തന്നെ ആ പടം എങ്ങനെ എൻഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയതാണ്. കാരണം വേറൊരു ക്യാരക്ടറിനെ എൻഡ് ചെയ്യുന്നത് ആ ക്യാരക്ടറല്ല. അല്ല, ഞാനത് ആക്ച്വലി അതിന് തൊട്ട് മുമ്പേ ഇവർ തമ്മിലുള്ള റിവീലുണ്ട്. അതായത് സമ്പത്ത് ഇരുന്ന് ഫൈനൽ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഓഫീസിൽ ഇരുന്നിട്ട്, അതായത് കമ്മീഷൻ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഇവർ സംസാരിക്കുമല്ലോ. അപ്പോൾ ആക്ച്വലി ഈ റിവീൽ ചെയ്യും മെയിൻ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞ് നിർത്തുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും മെയിൻ വില്ലന്മാരെല്ലാം തീർന്നല്ലോ, പിന്നെ ഇതെന്താണിത് ഞാൻ ആലോചിച്ചു. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ ഇത് ഇത്രയേ ഉള്ളൂ സിനിമ എന്ന് തോന്നിയിടത്തൊന്നും നമ്മൾ അടുത്ത ഒരു മെയിൻ റിവീലിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്കത് അതാണ് എനിക്ക് തോന്നുന്ന ഒരു മേജർ ഓഡിയൻസിനും കൂടുതൽ വർക്കാകാൻ പോകുന്ന പോയിന്റ്. അല്ലേ? അതായത് വർക്കാവും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ചെറിയ രസകരമായ സംഭവങ്ങളുണ്ടെങ്കിൽ കൂടിയും പടത്തിന് മൊത്തത്തിലൊരു തണുപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിനേക്കാൾ ബെറ്റർ സെക്കൻഡ് ഹാഫ് ആയിരുന്നു. അത് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നടക്കുന്ന പോലെ തോന്നും. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ കുറച്ചധികം എന്താ പറയുക, ഇങ്ങനെ ഒരു തണുപ്പം മട്ടാണ്. എങ്ങോട്ടാണിത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. അതിപ്പം ഈ പറയുന്ന പോലെ മിറാഷ് എന്ന് പറയുന്നത് എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് കാണുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആരെയും നമ്മൾ ഫോളോ ചെയ്യണം, എവിടെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് പോയിന്റ് എവിടെ കൊണ്ട് വെക്കണം എന്നുള്ളൊരു ഇതില്ലാതെ. അപ്പോൾ നമുക്കത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ കുറച്ചധികം എവിടെയാണ് ഇൻ്റർമിഷൻ പോയിന്റ് എന്ന് വെച്ചിട്ട് ഒരു പോയിന്റിൽ ഒരു സാധനം റിവീൽ ചെയ്യാൻ പോകുന്നു തോന്നിയപ്പോൾ ഇതാണ് ഇൻ്റർമിഷൻ എന്നെനിക്ക് തോന്നി. കുറേ നേരം ചോദിക്കുന്നു ഇൻട്രോ ലൈല് അത് കാരണം ഇൻ്റർവെൽ പോയിന്റിന് പറ്റുന്ന കുറച്ചധികം പോയിന്റ്സ് കഴിഞ്ഞിട്ടാണ് ഇൻ്റർമിഷൻ പോയിന്റ് വരുന്നത്. അതിലും ബെറ്റർ പോയിന്റ് ഈ പറയുന്ന ഹൗസ് ഫയർ സീൻ പോയിന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അവിടെ ആയിരിക്കും ഇത് കൊണ്ടു നിർത്തും. പക്ഷെ ആ പോയിന്റ് ഒക്കെ കുറച്ച് കാഷ്വലായിട്ട് അവർ ഇട്ടിട്ടാണ്. അതെ, ഞാൻ വിചാരിച്ചു അതൊക്കെ എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ട് ഇത് കാഷ്വലായിട്ട് ഇട്ട് ഇതിലും വലുത് എവിടെ കൊണ്ട് നിർത്താനുണ്ട് എന്നിങ്ങനെ ഞാൻ വിചാരിച്ചായിരുന്നു. പടം ത്രൂ ഔട്ട് നടക്കുന്ന പാലക്കാട് ഭാഗത്ത് ഒരു ബോർഡറിലല്ലേ, അപ്പം കുറച്ചധികം പേര് തമിഴിൽ അങ്ങോട്ട് സംസാരിക്കുന്നത്. അന്നാർജി കോശിയുടെ ക്യാരക്ടർ ആദ്യം ഫസ്റ്റ് അപർണയോട് സംസാരിക്കുന്നത് തമിഴിലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഓക്കെ ഇവര് തമിഴ് റിംഗ് ഒക്കെ കണ്ടപ്പോഴേ ഒരു റിംഗ് നമ്മളെ ശ്രദ്ധിക്കുന്നത് തമിഴാണ്. അടുത്ത സീനിൽ ഇവരുടെ അമ്മ വരുമ്പോൾ അന്നയുടെ അമ്മയെ സംസാരിക്കുന്ന തമിഴ്, അന്നയോട് പോലീസ് ചെയ്യുന്നത് മലയാളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് തമിഴ് അറിയാന്ന് പറഞ്ഞിട്ട് ത്രൂ ഔട്ട് ആ ഒരു ബോർഡറിൽ താമസിക്കുന്നതിന്റെ ഒരു സംഭവം ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ തമിഴ് ഇടയ്ക്ക് ചുമ്മാ കറിയൊക്കെ പറയാൻ ചെയ്യും. അതെ, മലയാളം ഇപ്പൊ അർജുന്റെ ക്യാരക്ടർ ഇതുപോലെ ഇടയ്ക്ക് തമിഴിൽ സംസാരിക്കും. ഇവരുടെ ഇന്റോണേഷൻ ഒന്നും അത്ര എവിടെ കൊണ്ട് തമിഴിന്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അപ്പൊ അത് തമിഴ് നന്നായിട്ട് കേട്ടറിവുള്ള മലയാളികൾ തമിഴ്നാട്ടിലുള്ള മലയാളികൾ എന്നുള്ള സംഭവമല്ലേ. അതെ, തമിഴ്നാട്ടിൽ അവരുടെ മലയാളം ഇത്ര മതി എന്നുള്ള ലൈനാണ്. ഈ അർജുൻ്റെ ഒക്കെ ഈ പറഞ്ഞ ഇടയ്ക്ക് ഈ ചില സീരിയസ് സിറ്റുവേഷനിലൊക്കെ വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഈ തമിഴ് വരുന്നുണ്ട്.
അപ്പോൾ അത് നമ്മളല്ലെങ്കിൽ എന്താ ഇവിടെ തമിഴ് പറയും, ഇത്ര മലയാളം അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ തമിഴ്നാട്ടിൽ കുറച്ച് ശേഷം ജീവിച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ആ ഫ്ലോ വരുമല്ലോ, തമിഴ് കയറി വരും. പക്ഷേ അതാണ് പ്രശ്നം. അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ഫ്ലോ ഉള്ള സ്ഥലത്തെ നമ്മൾ ആ തമിഴ് ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനല്ല ഇതിനകത്ത് ഡയലോഗ് എഴുതി സംസാരിക്കുന്നത്. അത് വായിച്ച് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഈ പറയുന്ന അർജുൻ അല്ലേ ആ ക്യാരക്ടർ ബിഗ് ബോസിലൊക്കെ ഉണ്ട്. അതെ, ബിഗ് ബോസിലുണ്ടായിരുന്ന അർജുൻ്റെ ഫസ്റ്റ് പടമായത് ആദ്യ സിനിമ ആണല്ലേ. മ്യൂസിക് വീഡിയോസിലൊക്കെ ഒരു മറ്റേ മ്യൂസിക് വീഡിയോയിലെ അഭിനയിച്ചുള്ളൂ. പുള്ളി മോഡലല്ലേ, അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇങ്ങനെ അങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിലൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അത്രയും ലെവലിൽ പ്രശ്നങ്ങളൊന്നും പോയിട്ടില്ല. പാസബിൾ ആക്ടിങ്. അതെ, ത്രൂ ഔട്ട് പടത്തിൽ കുറച്ച് പാസബിൾ ആക്ടിങ്ങിന്റെ കൂട്ടത്തിലുള്ളൊരു പാസബിൾ. അതെ, പുള്ളിയെ പോലെ തന്നെ വേറെ ആൾക്കാരുണ്ട് അതിനകത്ത്. അതെ, അങ്ങനെ കുറച്ച് നമുക്ക് അത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിങ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുനെ മാത്രം നമുക്കിങ്ങനെ, ഞാൻ ആക്ച്വലി രാവിലെ കുറച്ച് പേരുടെ റിവ്യൂവിൽ ഇങ്ങനെ അർജുൻ്റെ ആക്ടിങ് ഭയങ്കര മോശം, മറ്റേ ട്രോൾ ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് അതിപ്പം പുള്ളിയോട് വെറുപ്പുള്ള ഒരാൾ കാണുമ്പോഴത്തേക്കും കിട്ടിയടാന്നുള്ള ഫീൽ വരും എന്നുള്ളതല്ലാതെ നമുക്ക് ഈ ഓവറോൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് പടത്തിൽ ഇപ്പം ജിത്തു ജോസഫിനോട് ചോദിച്ചാൽ പോലും പുള്ളിക്ക് ഓക്കെ ഞാനിങ്ങനെ എടുത്തു വിട്ടൊരു പടം. അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അടുത്ത ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ദൃശ്യം 3 ആണ്. അതെ, പുള്ളിയുടെ പ്രൊമോഷനിൽ പോലും നമ്മളൊരു ഡീസൻറ്റ് വാച്ചബിൾ പടം ചെയ്തു. ഇപ്പോൾ കാണുന്നവർക്കും അങ്ങനത്തെ അനുഭവമാണെന്നുള്ള ബോധം പുള്ളിക്കുള്ള പോലത്തെ ഒരു പടം ഇത്. അദ്ദേഹം ഒരിക്കലും ഓവറായി ഒന്നിനും കൊടുക്കുന്നില്ല. അത് ദൃശ്യത്തിനും കൊടുക്കുന്നില്ല, ഒരു പടത്തിനും കൊടുക്കുന്നില്ല. ദൃശ്യം 3 പുള്ളി പറഞ്ഞേക്കുന്നത് അത് ഭയങ്കര ഞങ്ങൾക്ക് പേടിയുള്ളൊരു പടമാണ്. അത് അറിയില്ല എങ്ങനെയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്, അങ്ങനെ പറയുന്നത്. നമുക്കറിയാം അത് എന്ത് സാധനം ചെയ്യാൻ പോകുന്നത്. അവസാനം ട്വിസ്റ്റ് ഇട്ട് നമ്മളെ ഞെട്ടിച്ചിട്ട് ലാസ്റ്റ് ഇപ്പം എപ്പിടി എന്ന് പറയുന്നത് അല്ലേ. ഇവൻ മരിച്ചിട്ട്, അതായത് എൻ്റെ ഓഫീസിലുള്ള ഒരാൾ മരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വിവരം പറഞ്ഞ ഓഫീസിലുള്ളവരൊക്കെ അവിടെ ചെല്ലത്തില്ല. അപ്പം അങ്ങനെ ഒരുപാട് കണക്ഷൻ ഇല്ലാത്ത കുറേ സീനുകൾ പടം കണ്ട് തീരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നും. മറ്റേ അല്ല, ആവശ്യമില്ലെന്ന് തോന്നും. ബട്ട് എന്നാലും നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ചോദിക്കുന്ന പോലെ ഓഡിയൻസ് ക്വസ്റ്റ്യൻ ചെയ്യാത്ത രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള ഫീൽ. അതായത് ഓഫീസിൽ നിന്ന് 2 ആളുകളേ ഉള്ളൂ. അത് ഒന്ന് ഫിയാൻസയും ഫിയാൻസിയുടെ കൂട്ടുകാരിയാണ്. വേറെ ആൾ മരിക്കുമ്പോൾ അയാളുടെ ഡെഡ് ബോഡി മറ്റേ കത്തിക്കാൻ വരുന്ന ക്രിമറ്റോറിയത്തിൽ വരുമ്പോൾ അവിടെ ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ, ആരുമില്ല. മാത്രമല്ല ഇങ്ങനൊരു അന്വേഷണം വരുമ്പോഴത്തേക്കും പോലീസും പോകേണ്ട ആദ്യം ഓഫീസിലേക്ക് പോകും. അങ്ങനെ അതായത് ഈ ഇതിന്റെ ട്വിസ്റ്റ് അറിയാവുന്ന ഒരാൾ എഴുതിയ ഫീലാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അതൊന്നും അങ്ങനെ അല്ലാതെ ട്വിസ്റ്റ് അറിയാത്ത ആളാണ് എഴുതുന്നത്. അതങ്ങനെ ശരിയാവുന്നത് പിന്നെ എഴുതി വരുമ്പോൾ ട്വിസ്റ്റ് ആകും. അല്ല, നമ്മൾ ഓഡിയൻസിന്റെ സംഭവത്തെ നമ്മൾ ആദ്യം ഇന്ന ഓഫീസിൽ ഒരാൾ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരുടെ റിവ്യൂ ഞാൻ കണ്ടത് അവരിങ്ങനെ ഒരുപാട് ലോജിക്കൽ സംഭവങ്ങൾ നടക്കുന്നു ഇവരിങ്ങനെ പറയുന്നത്. അതെ, പിന്നെ ഇടയ്ക്ക് നല്ല സംഭവങ്ങൾ കുറച്ചും അങ്ങനെ മുങ്ങിയും പോകുന്നുണ്ട്. അതായത് 8-ാം തീയതിയാണ് അയാൾ ട്രാവൽ ചെയ്തത്, പക്ഷെ 11-ാം തീയതിയാണ് ഈ അപകടം ആ സാധനമൊക്കെ. അത് പക്ഷേ എവിടെയും അവർ പ്ലേസ് ചെയ്യാതെ ഇങ്ങനെ അത് പറഞ്ഞാൽ വിട്ടേ. അതെ, പോലീസുകാർ അറിഞ്ഞൊരു ഞങ്ങൾ അറിഞ്ഞു. ഇനിയിപ്പം അതും സമ്പത്ത് ഇങ്ങനെ ഒരു കസേര പുള്ളിയുടെ ഓഫീസിൽ കസേരയിരുന്ന് കേൾക്കുന്നത്. അപ്പം ഇങ്ങനെ മെയിൻ സാധനങ്ങളൊക്കെ പുള്ളി കസേരയിരുന്ന് കേൾക്കുന്നത്. ഓഹോ, അങ്ങനെയാണല്ലോ സംഭവം എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ. അല്ല, അത് തന്നെ അത് ചേട്ടൻ പറഞ്ഞാൽ ഇഷ്യൂ ആയിരിക്കും. പുള്ളിയുടെ ഡേറ്റ്സ് ഇത് കിട്ടിയ മേ ബി അങ്ങനെയൊക്കെ ആവാം, നമുക്കറിയില്ല കേട്ടോ. നമ്മളൊരു ഊഹം പറയുകയാണ്. ചിലപ്പോൾ അങ്ങനെ ആവാം. കാരണം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ക്യാരക്ടറിനെ കുറച്ചുകൂടെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പർപ്പസ് എന്താന്ന് ഫൈനൽ വരെ എനിക്കിങ്ങനെ അത് തന്നെ അത് അവർ ആദ്യം ജസ്റ്റ് വെറുതെ പറഞ്ഞു വിടുന്നേ ഉള്ളൂ. മറ്റേ മേളിൽ നിന്ന് അത് മറ്റേ വില്ലന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ. പുള്ളി താമസിച്ച ഹോട്ടലിൽ തന്നെ തോന്നുന്നു ഇനീഷ്യലി ഒരു സീക്വൻസിൽ ഒരു ഹോട്ടലിൽ വെച്ചുള്ള അതൊക്കെ അവിടെ തന്നെ വെച്ച് എടുത്താൽ തോന്നുന്നു. സാറേ ഒന്ന് താഴോട്ട് വന്നാൽ ഒരു സീൻ എടുത്തിടാം. ഒരു വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്നൊരു ജിത്തു ജോസഫ് സിനിമ കാണാൻ പോകുന്ന ആ മൂഡിൽ പോകാതെ ഒരു ത്രില്ലർ സിനിമ കാണാൻ പോകുന്ന. എനിക്ക് അവർ ഒരുപാട് പുഷ് ചെയ്തിട്ടില്ല ഇത് ഭയങ്കര സംഭവമാണെന്ന്. അങ്ങനെയല്ല, അവർ പുഷ് ചെയ്യുന്ന അതേ എനർജിയിൽ പോയി കാണുവാണെങ്കിൽ ഒരു വാച്ചബിൾ ത്രില്ലറാണ്. ചിലപ്പോൾ അവസാനത്തെ ട്വിസ്റ്റൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്കത് നല്ല രീതിയിൽ വർക്കാവാനും സിനിമ നന്നായിട്ടെന്ന് തോന്നാനും അത്യാവശ്യം എൻഡ് ചെയ്തിട്ടുണ്ട് പടം. എൻഡിങ് എത്തുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഓക്കെ ബാക്കിയെല്ലാം നമ്മളങ്ങനെയാണല്ലോ. അവസാനം കാണുമ്പോൾ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളെയും മറന്ന് ആ സിനിമ സ്വീകരിക്കുക എന്നുള്ളതൊരു അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. ആ രീതി ഒരുപക്ഷെ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സിനിമ എടുക്കാൻ പറ്റുമായിരിക്കും. സോ അപ്പോൾ അങ്ങനെയുള്ളവർ താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കാം.